അവസാന ദിവസം രാഹുലിന്റെ തേരോട്ടവും താണ്ഡവുമാണ് കാണാൻ സാധിക്കുന്നത്. അവിടെ വരിഞ്ഞു മുറുക്കുകയാണ് രാഹുൽ മോദിയെ. കുറിക്ക് കൊടുക്കാൻ മോദി പപ്പു എന്ന് കളിയാക്കിയ രാഹുലിന് ആ പ്രതിപക്ഷ നേതാവിന് ഇന്ന് സാധിക്കുന്നു എന്ന് രാഹുൽ ഓരോ നിമിഷവും തെളിയിക്കുകയാണ്. സത്യത്തിൽ ഒരിക്കൽ താൻ പാർലമെന്റിനകത്തു നിന്നും പുറത്താക്കിയ രാഹുൽ തനിക്ക് മുൻപിൽ ഇങ്ങനെ അജയ്യനായി പ്രതിപക്ഷ നേതാവായി കസേരയിട്ട് ഇരിപ്പുറപ്പിക്കുമെന്ന് മോദി കരുതിയിട്ടില്ല. അതുകൊണ്ട് രാഹുൽ ഇന്ന് കൊടുക്കുന്ന ഓരോ കൊട്ടും മോദിയുടെ നെറുകും തലക്കിട്ട് കൊടുക്കുക തന്നെയാണ്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് റാലിയുടെ അവസാന ദിവസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ചാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സ്കോർ ചെയ്തത്. പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമായ പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമായ ഏക് ഹേ തോ സേഫ് ഹേ ജനങ്ങൾക്ക് വേണ്ടി അല്ല എന്നാണ് രാഹുൽ പറയുന്നതും തെളിയിക്കുന്നതും. അദാനിയുടെയും മോദിയുടെയും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ച അദ്ദേഹം അവർ രണ്ടുപേരും ഒന്നിച്ചാൽ അവരാണ് സേഫ് ആവുന്നത് എന്നും മോദിയും അദാനിയും ജനങ്ങളെ പറ്റിക്കുകയാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അമിത്ഷാ ഡൽഹിയിൽ അടിയന്തര യോഗത്തിലായിരുന്നു. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ചില കടമകൾ നിർബന്ധമായും പൂർത്തിയാക്കേണ്ട അവസ്ഥ ഒറ്റയ്ക്ക് ചെയ്തു തീർക്കേണ്ടി വരിക കൂടി ചെയ്ത അത്തരത്തിൽ ഗതികെട്ട അവസ്ഥയിലായിരുന്നു അമിത്ഷാ. എല്ലാറ്റിനും ചുക്കാൻ പിടിക്കേണ്ട കപ്പിത്താനാവേണ്ട മോദി വിദേശ പര്യടനം കഴിഞ്ഞ് രാജ്യത്തിനകത്ത് കാലുകുത്താതിരിക്കുന്നിടത്തോളം കാലം അമിത്ഷാ പെട്ടുപോവുകയാണ്. എന്തായാലും രാഹുലിന് ഇതൊരു നല്ല ഒന്നാന്തരം അവസരമാണ്. അത് തീർത്തും മുതലെടുക്കുകയും രാഹുൽ ഇതേ മോദിക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ട് പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടി ഫലമായിട്ടാണ് ഇപ്പോൾ രാഹുൽ അവസാന ദിവസം BJPക്കെതിരെ ആഞ്ഞടിക്കുന്നത്. ധാരാവിയുടെ മാപ്പും മോദിയുടെയും അദാനിയുടെയും ഒന്നിച്ചുള്ള ചിത്രങ്ങളും ഉയർത്തിപ്പിടിച്ച രാഹുൽ ഗാന്ധി ധാരാവിയിലെ ജനങ്ങൾ ഒറ്റപ്പെട്ടു പോയെന്നും മോദിയുടെ സേഫിൽ അവർ പെടുന്നില്ലെന്നും പറയുകയും ചെയ്യുന്നുണ്ട്. 1 ലക്ഷം കോടിയുടെ പദ്ധതിയാണ് അദാനിക്ക് വേണ്ടി മോഡി ഒരുക്കുന്നതെന്നും ആ പദ്ധതി സാധാരണ ജനവിഭാഗത്തെ സംരക്ഷിക്കില്ലെന്നും രാഹുൽ ഇവിടെ ചേർത്ത് വെച്ചുകൊണ്ട് ചിത്രസഹിതം ഉയർത്തി കാണിച്ചുകൊണ്ട് വ്യക്തമായും ശക്തമായും പറഞ്ഞുറപ്പിക്കുമ്പോൾ മറുപടി കൊടുക്കാൻ പോലും BJPയിലെ ഒരാൾക്കുമാകുന്നില്ല. മുദ്രാവാക്യത്തിൽ പറയുന്ന ഏക് എന്നത് നരേന്ദ്രമോദിയാണ്, അദാനിയാണ്, അമിത്ഷാ ആണ്. സേഫ് ഹേ അല്ലെങ്കിൽ സുരക്ഷിതരാണെന്ന് പറയുന്നത് ആരാണ്? ഇവിടെ സുരക്ഷിതരാകുന്നത് അദാനിയാണ്, മോദിയാണ്, അമിത്ഷാ ആണ്. കഷ്ടപ്പാടും ദുരിതവും ആർക്കാണ് ഉണ്ടാവുക? അത് ധാരാവിയിലെ ജനങ്ങൾക്കാണ് ഉണ്ടാവുക. ഈ തെരഞ്ഞെടുപ്പിൽ മോഡി നൽകിയ മുദ്രാവാക്യം വളരെ കൃത്യമായതാണ്. എന്നാൽ അതിന്റെ ഗുണഗണങ്ങൾ ഉണ്ടാവുക മോദിക്കും അദാനിക്കും അമിത്ഷായ്ക്കും ആയിരിക്കുമെന്ന് രാഹുൽ കൃത്യമായി പറഞ്ഞുറപ്പിക്കുമ്പോൾ എങ്ങനെ ഇതിന് മറുപടി കൊടുക്കണമെന്ന് ആലോചിക്കുക കൂടി ചെയ്യുകയാണ് ഇതേ BJP.